ഓഷോ നമ്മുടെ മിക്ക വീഡിയോസിലും ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു നെയിമാണ് ഓഷോ എന്നത്. നിങ്ങൾ നമ്മുടെ മറ്റ് വീഡിയോസൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ മെഡിറ്റേഷൻ എന്ന ആ ഒരു സബ്ജക്റ്റിനെ പറ്റി പറയുമ്പം ഒട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു നെയിമാണ് ഓഷോ എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ, മെഡിറ്റേഷനിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് നമുക്ക് ഒട്ടും മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു നെയിമാണ് ഈ ഓഷോ എന്ന് പറയുന്നത്. സോ ഓഷോയെ പറ്റി കൂടുതൽ സംസാരിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തെ പറ്റി ആദ്യമായി ഒട്ടും ഒന്നും അറിയാൻ മേലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ ഈ നെയിം എന്താണെന്ന് ചിലപ്പോഴും പല നമ്മുടെ വീഡിയോസ് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നുന്നുണ്ടായിരിക്കാം എന്താണ് ഈ ഓഷോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്, ഓഷോ മെഡിറ്റേഷൻ എന്നൊക്കെ നമ്മളെപ്പോഴും പറയുമ്പോൾ അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടാത്തവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് കൂടുതലായിട്ട്. സോ ഓഷോ അദ്ദേഹം 20-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹം 1930 to 1990 വരെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുന്നത്. സോ ആ ഒരു കുറഞ്ഞ ലൈഫ് ടൈമിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം മെഡിറ്റേഷൻ എന്ന ആ ഒരു ഫീൽഡിലാണ് അദ്ദേഹത്തിൻ്റെ കംപ്ലീറ്റ് വർക്ക് എന്ന് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ത്രൂ എൻ്റയർ ലൈഫ് അദ്ദേഹം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന മെഡിറ്റേഷനിലേക്കാണ്. സോ അദ്ദേഹം മെയിനായിട്ട് ചെയ്തിരിക്കുന്ന എന്ന് പറയുന്നത് മെഡിറ്റേഷനെ ഒന്നും കൂടെ ആ ഒരു മെയിൻ സ്ട്രീം ലൈഫിലേക്ക്, ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് എങ്ങനെ അതിനെ കൊണ്ടുവരാം എന്നതാണ് അദ്ദേഹം മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കാരണം ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പൊതുവേ ഒരു സ്പിരിച്വൽ ലൈഫ് മാത്രം ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൊസൈറ്റിയിൽ നിന്ന് വിട്ട് നിൽക്കുന്ന കുറേ ഒരു ഇൻട്രോവേർഷൻ ലെവലിലേക്കൊക്കെ ആയിരുന്നു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ. കാരണം ഇത് വളരെ ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എനിക്ക് വളരെ ഏൻഷ്യൻ്റ് ആണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ബട്ട് അതൊരു സൈഡ് ലൈൻ പെട്ടുപോയൊരു സംഭവമാണ് ശരിക്കും മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഒരു പ്രൊഫഷണൽ ലൈഫിലേക്ക് ഉള്ള ഓരോ ആൾക്കാർക്ക് ഒരു ഡേ ടു ഡേ ലൈഫിൽ മെഡിറ്റേഷൻ എത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയും, അപ്പം ഡേ ടു ഡേ ഒരു സാധാരണക്കാരനിലേക്ക് മെഡിറ്റേഷൻ എങ്ങനെ നമുക്ക് എത്തിക്കാൻ കഴിയും എന്നത് ഒരു വളരെ ഡിഫിക്കൽട്ടായൊരു ടാസ്ക്കാണ്. പക്ഷേ ഓഷോ അത് പ്രാവർത്തികമാക്കി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനും ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയും ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കൊരു ഒരു ലൈഫിൻ്റെ ഒരു ഡീപ്പർ മീനിങ്, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കും, സെൽഫ് ഡിസ്കവറി, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ സെർച്ച് ആഗ്രഹിക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്കും പ്രയോജനപ്പെടും. സോ അദ്ദേഹം മൊത്തത്തിൽ സമൂഹത്തിനെ മാറ്റണം ഒരു മോട്ടീവോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു കംപ്ലീറ്റ് മെഡിറ്റേഷനൊക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് പറയുന്നത്. കാരണം അത് എൻ്റെ സ്ട്രക്ചർ ഓഫ് സൊസൈറ്റി, ഒരു പ്രത്യേക സെക്ഷനിലേക്കല്ലാതെ മെഡിറ്റേഷൻ ഷുഡ് ബി പാർട്ട് ഓഫ് അവർ ഡെയിലി ലൈഫ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിൽ വരെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരെ മെഡിറ്റേഷനെ കൊണ്ടുവരണം എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പല പ്രഭാഷണങ്ങളിലും. സോ മെഡിറ്റേഷൻ ഷുഡ് ബി പാർട്ട് ഓഫ് വർക്ക് ആണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു വയലൻസ്, ലൈഫിൻ്റെ ആ ഒരു അഗ്രഷൻ, ലൈഫിന് നമ്മുടെ ഒരു വേൾഡ് പീസ്, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലൊരു കംപ്ലീറ്റ് ഒരു പീസ് കൊണ്ടുവരാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അത് മെഡിറ്റേഷനിലൂടെ മാത്രമേ സാധിക്കൂ എന്നാണ്. കാരണം മെഡിറ്റേഷൻ ഈസ് ട്രാൻസ്ഫോർമേഷൻ. അതായത് മനുഷ്യൻ്റെ ഉള്ളിലെ വയലൻസ്, നെഗറ്റിവിറ്റി, അതിനെല്ലാം ട്രാൻസ്ഫോം ചെയ്ത് മനുഷ്യനെ ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ ഒരു ടോട്ടൽ വെൽബീയിങ്, സ്നേഹം, കമ്പാഷൻ, അങ്ങനെ പല ക്വാളിറ്റീസ്, ഒരു പോസിറ്റീവ് ക്വാളിറ്റീസ്, ഒരു ലൈഫിനെ കുറച്ചുകൂടി സെലിബ്രേറ്റീവ് ആക്കാൻ സാധ്യമാകണമെങ്കിൽ അത് മെഡിറ്റേഷനിലൂടെ മാത്രമേ സാധ്യമാവും എന്നാണ് ഓഷോ പറഞ്ഞിരിക്കുന്നത്. സോ നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയിലേക്ക് എൻ്റയർലി സ്ട്രെച്ച് ചെയ്ത് നമ്മൾ പോകുന്നില്ല ഇതിൽ. കാരണം കാരണം അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. സോ അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ബട്ട് വൈ ഇപ്പോൾ ബിയോണ്ട് മൈൻഡ് മെഡിറ്റേഷൻസിൻ്റെ വീഡിയോസിൽ എന്തുകൊണ്ട് ഓഷോ ഉപയോഗിക്കുന്നു, ഓഷോയുടെ ടൈം നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം ഇതാണ്. ബിക്കോസ് ഹി ഹാസ് ഇമ്മൻസ്ലി കോൺട്രിബ്യൂട്ടഡ് ടു ദ ഫീൽഡ് ഓഫ് മെഡിറ്റേഷൻ. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ എപ്പോഴും നമ്മൾ കോട്ട് ചെയ്ത് പറയുന്നത്. ദാറ്റ് മച്ച് ഈസ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ് ഓഫ് മെഡിറ്റേഷൻ. പിന്നെ ഇപ്പം അദ്ദേഹത്തിൻ്റെ ഓഷോ ഇൻ്റർനാഷണൽ മെഡിറ്റേഷൻ റിസോർട്ട് പൂനെ, അതാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ മെഡിറ്റേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. സോ അവിടെ നമുക്ക് മെഡിറ്റേഷനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. മെഡിറ്റേഷനിലേക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ പോലും ഒരു ഓഷോ സ്റ്റൈൽ ഓഫ് മെഡിറ്റേഷൻ എന്താണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവും അവിടെ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എൻ്റെ ഓഷോ മെഡിറ്റേഷൻ്റെ സർട്ടിഫൈഡ് കോഴ്സ് ഞാൻ ചെയ്തത് അവിടെ ഓഷോ ഇൻ്റർനാഷണൽ മെഡിറ്റേഷൻ റിസോർട്ട് പൂനെയിൽ നിന്നാണ്. സോ നിങ്ങൾക്കും വിസിറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഒരു ലൈഫിനൊരു പുതിയൊരു പുതിയൊരു വൈബൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അത് ഒരു അടിപൊളി സ്ഥലമാണത്, ഓഷോ ഇൻ്റർനാഷണൽ മെഡിറ്റേഷൻ റിസോർട്ട് പൂനെ. സോ ഇനി പറയുകയാണെങ്കിൽ നമ്മുടെ ഓഷോ മെഡിറ്റേഷൻ്റെ ആ ഒരു പ്രത്യേകത എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് ഓഷോ മെഡിറ്റേഷൻ, അത് നമുക്കിതിൽ ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം കൂടിയാണ്.
സോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ വളരെ ഇൻഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപാട് മെഡിറ്റേഷൻ ടെക്നിക്സ് ഉണ്ട്, വളരെ ഇൻഷ്യൻ്റ് ആണ്. പക്ഷേ ഓഷോ മെഡിറ്റേഷൻ്റെ ഒരു ഇതെന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓഷോ മെഡിറ്റേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ ഒരു കണ്ടംപററി ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തിരിക്കുന്ന മെഡിറ്റേഷൻസ് ആണ് ഓഷോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓഷോ ഡിസൈൻ ചെയ്തിരിക്കുന്ന മെഡിറ്റേഷൻസ് ആണ്. അത് ഏകദേശം ഒരു 20 ഓഷോ മെഡിറ്റേഷൻസ് ഉണ്ട്. ഓഷോ ഡിസൈൻ ചെയ്തിരിക്കുന്ന തന്നെ അദ്ദേഹം സ്വന്തമായി മെഡിറ്റേഷൻ ചെയ്ത മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഏകദേശം 20ഓളം വരും. സോ അതെന്ന് പറയുന്നത് മിക്കതും ഒരു എന്താ പറയുന്നത് മെഡിറ്റേഷൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഈ ഒരു നമ്മുടെ ജനറേഷന് എങ്ങനെ സ്യൂട്ടാകും. കാരണം ഇപ്പോൾ പണ്ടത്തെ ടൈപ്പ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കൂടുതലും സൈലൻറ്റ് സിറ്റിങ്, അങ്ങനെ ഡയറക്റ്റ്ലി റിലാക്സേഷനിലേക്ക് പോകുന്ന ടൈപ്പ് മെഡിറ്റേഷൻസ് ആണ് നമുക്ക് പണ്ടത്തെ ഏൻഷ്യൻ്റ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ ഒക്കെ ആണെങ്കിലും അങ്ങനെ മിക്കതും ആദ്യം തന്നെ സൈലൻ്റ് ആയിട്ടിരിക്കുക, അല്ലെങ്കിൽ ബ്രെത്ത് അവയർനെസ് വാച്ച് അങ്ങനെ അത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. ആ ഒരു ഏൻഷ്യൻ്റ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മോഡേൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഡയറക്റ്റ്ലി ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ടാണ്. കാരണം നമ്മൾ ഒരുപാട് സൈക്കോളജിക്കൽ ഡിപ്രഷൻസ്, ടെൻഷൻസ്, ബോഡി ടെൻഷൻസ് ഒക്കെ വളരെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് വെറുതെ ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വെറുതെ ഇരുന്നൊന്ന് ബ്രെത്ത് വാച്ച് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് കുറച്ചുകൂടെ ആക്റ്റീവ് ഫോംസ് ഓഫ് മെഡിറ്റേഷൻസ് ആണ് ഓഷോ ഡെവലപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത്. ഓഷോ ആക്റ്റീവ് മെഡിറ്റേഷൻസ് ആണ് നമ്മൾ മെയിൻലി പറയാറ്. അത് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഫിസിക്കൽ ആക്ടിവിറ്റി, അങ്ങനെ പലതരം ഡാൻസിങ്, അങ്ങനെ ഒരുപാട് കുറച്ചുകൂടെ ഒരു എൻജോയബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു ബിഗിനറായിട്ടുള്ളവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓഷോ ആക്റ്റീവ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റി, ഡാൻസിങ്, ബോഡി മൂവ്മെൻറ്റ്സ്, അങ്ങനെയുള്ള കുറച്ച് പിന്നെ കഥാർസിസ് എന്ന് കുറേ കഥാർട്ടിക് എന്തെങ്കിലും റിപ്രഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയാണ് കഥാർസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഓഷോ ഇൻക്ലൂഡഡ് ആക്കിയിരിക്കുന്നത് പുള്ളിയുടെ മെഡിറ്റേഷനിൽ. അങ്ങനെ വളരെ എന്ത് പറയുന്നു ഒരു മോഡേൺ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഓഷോ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മ്യൂസിക്കാണ്. മ്യൂസിക് വിത്ത് മെഡിറ്റേഷൻ ആണ്. കാരണം അതിലെല്ലാത്തിലും ഇപ്പോൾ ഓഷോയുടെ ഒരു 1 hour മെഡിറ്റേഷൻ എടുക്കുകയാണെങ്കിൽ, ഒരു ഡൈനാമിക് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ഓഷോ ഡൈനാമിക് മെഡിറ്റേഷൻ എന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെഡിറ്റേഷനാണ്. അതിൻ്റെ ഒരു 1 hour സെഷൻ എടുക്കുകയാണെങ്കിൽ അതിന് പല സ്റ്റേജസ് ഉണ്ട്. അതിൽ മിക്ക സ്റ്റേജിലും നമുക്ക് മ്യൂസിക് ഉണ്ട്. മ്യൂസിക് വിത്താണ് ഓരോ സ്റ്റേജിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കത് എന്താ പറയുന്നത് അത് ചെയ്യാനുള്ളൊരു സിങ്ക്രോണിസിറ്റി തനിയെ കിട്ടി. മ്യൂസിക് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മ്യൂസിക്കായിട്ട് നമ്മൾ സിങ്ക് ആയിട്ട് നമുക്ക് ആ ഒരു 1 hour മെഡിറ്റേഷൻ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. പല സ്റ്റേജസ് ഉണ്ട് അതിൽ. അപ്പോൾ ഓരോ സ്റ്റേജിലും ഓരോ മ്യൂസിക്കാണ്. സോ അതുകൊണ്ട് മ്യൂസിക് ഉള്ളതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ കുറച്ചുകൂടി ജ്യൂസി, സിമ്പിളായിട്ട് നമുക്ക് ആ ഒരു പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വെറുതെ ഇരുന്ന് നമ്മൾ കണ്ണടച്ച് ഇങ്ങനെ ബ്രെത്ത് അവയർനെസ് ഒക്കെ വാച്ച് ചെയ്യുന്ന പറയുന്നത് ഏൻഷ്യൻ്റ് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര ബോറടിക്കും. ഒരു ബിഗിനറും അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ ജസ്റ്റ് ഒരു സ്ട്രെസ് റിലീഫിനൊക്കെ ചെയ്യുമ്പോൾ പുള്ളിക്ക് പെട്ടെന്ന് ബോറടിച്ച് നിൽക്കും. അപ്പോൾ മ്യൂസിക് വരുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ഒരു എന്താ പറയുക നമ്മളതിലേക്ക് പെട്ടെന്ന് നമുക്കതിലേക്ക് മെഡിറ്റേഷനിലേക്ക് നമ്മൾ സിങ്ക് ആവും. അങ്ങനെ ഒരു ഗുണമുണ്ട്. സോ അതാണ് ഓഷോ മെഡിറ്റേഷൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓഷോ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണെന്നും ഓഷോ മെഡിറ്റേഷൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ഇതിൽ പറയുന്നത്. സോ ഒരു ബയോഗ്രഫിയിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, കാരണം അത് ഒരു വലിയൊരു ടോപ്പിക്കാണ്. ഓഷോയുടെ ഒരു ബയോഗ്രഫി വീഡിയോ ചെയ്യാമെന്ന് പറയുന്നത് കംപ്ലീറ്റ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നത് ഒരുപാട് കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാനത് അതിലേക്കൊന്നും പോകാതെ ജസ്റ്റ് ഓഷോ ഈസ് റിലേറ്റഡ് ടു മെഡിറ്റേഷൻ എന്ന രീതിയിൽ എനിക്ക് പെട്ടെന്ന് പറയാനാണ് എനിക്ക് കാണുക. പെട്ടെന്ന് അങ്ങനെ ആ രീതിയിൽ എനിക്ക് ചുരുക്കാനാണ് താല്പര്യം. അദ്ദേഹത്തിനെ ഒരു ചെറിയ വാക്കുകൾ ചുരുക്കാൻ പറ്റുന്ന ഒരാളല്ല എങ്കിലും ജസ്റ്റ് മെഡിറ്റേഷൻ എന്ന് കേൾക്കുമ്പോൾ എന്നെ സംബന്ധിച്ചോളം വരുന്നത് ആദ്യം ഓഷോ ആണ്. കാരണം ഞാൻ പഠിച്ചത് ഓഷോയിൽ നിന്നാണ്. ഓഷോയുടെ പ്രഭാഷണങ്ങൾ, ഓഷോയുടെ ബുക്സിൽ നിന്നാണ് ഞാൻ മെഡിറ്റേഷൻ പഠിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം ഓഷോ എന്ന് പറയുന്നത് ഇറ്റ്സ് കംപ്ലീറ്റ്ലി മെഡിറ്റേഷൻ. ആ ഒരു ടേമും മെഡിറ്റേഷനുമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ് എന്നെ സംബന്ധിച്ചുള്ള ഓഷോ എന്ന് പറയുന്ന ആ ഒരു വേർഡ്. സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ. താങ്ക് യു.